ആത്മാവു ചേരുന്ന വീടേ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്കു നൽകും. എനിക്കു മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടി. ദൈവത്തിരുനാമത്തിന്റെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രിയ മാതാവിന്റെ ദേവവിയോഗത്തിലുള്ള ബന്ധത്തിൽ ഈ മോശയിൽ കടന്നു വന്ന് സ്തുതിക്കുന്നു. 56 വർഷങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുവാനും തന്റെ ജീവിത കാലയളവിൽ കർത്താവിനെ രക്ഷിതാവ് അംഗീകരിച്ച് കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് ഭാഗ്യത്തിന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് കർത്താവിനെ ജീവിപ്പാനും പ്രവർത്തിപ്പാനും പൂർണ്ണം ദൈവം മാതാവിന് സാവകാശം നൽകി, നല്ല ജീവിതം നൽകി, മക്കളെ നൽകി, കൊച്ചുമക്കളെയൊക്കെ ദൈവം നൽകി. അവരുടെ സന്തോഷങ്ങളും അവരുടെ നന്മകളൊക്കെ അനുഭവിപ്പാനും വിശേഷം തൻ്റെ ബാധ്യസജമായിട്ടെടുത്താലുള്ള സമയങ്ങൾ ഭവനത്തിൽ വിശ്രമിപ്പാനും നല്ല ശുശ്രൂഷകളൊക്കെ ലഭിപ്പാനൊക്കെയുള്ള സാവകാശങ്ങൾ ദൈവം ഒരുക്കി കൊടുത്തു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സമയമായിപ്പോൾ മരണം നിശ്ചയമാണ്. അത് ദൈവത്തിന് മാത്രമേ അതിൻ്റെ സമയമായുള്ളൂ. തൻ്റെ സമയമായപ്പോൾ തന്നെ വിളിച്ച് ദൈവസേനയിൽ വിശ്രമത്തിന് വേണ്ടി ആത്മാർത്ഥത്തിന് സാധം തോന്നി. തൻ്റെ താനമായി നൽകിയ മക്കൾ, അവരുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവം സമാധാനിപ്പിക്കുവാൻ ഈ ശുശ്രൂഷകളൊക്കെ തുടർന്നുള്ള ശുശ്രൂഷകളെ അനുഗ്രഹമായി നടപ്പാൻ പൂർണ്ണം വിജയത്തിലുള്ളതിന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും, വിശേഷം ഇന്ത്യ, കേരളം, നമ്മുടെ സംസ്ഥാനങ്ങളൊക്കെ കടന്നു പോകുന്ന പ്രത്യേക സാഹചര്യം നമുക്കറിയാം. അതുകൊണ്ട് ആ ക്രമീകരണത്തിലൂടെ മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുള്ളല്ലോ. എങ്കിലും അല്ലെങ്കിൽ ഇവിടെ നിലയിൽ യാത്ര നമ്മളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി ദേശം നമ്മളെ തന്നെ സമർപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് സന്നിപാസ്റ്റർ ദൈവത്തിൻ്റെ വചനങ്ങളുമായി ശേഷം പ്രാർത്ഥിച്ച് നമുക്ക് പങ്കത്തിലേക്ക് പോകാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. ദേശം നമുക്ക് സമാധാനത്തോടായിരിക്കാൻ തക്കണം. ദൈവത്തിനെ സഹായിക്കും. 90-ാം സങ്കീർത്തനം വായിക്കുന്നു. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെ ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിനു മുൻപേ നീ അനാദിയായും ശാശ്വതമായും നീയുമാകുന്നു. നിയമത്തിനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീരെന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. രാവിലെ തളച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചു, നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ പ്രകാശത്തിൽ വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളെ ഒക്കെ നിന്റെ കോപത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങൾ ഞങ്ങൾ നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപ പ്രയാസവും ദുഃഖമുത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാണ്. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുന്നവൻ. ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളുടെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്ക് ഞങ്ങൾ അനുഭവിച്ച സംവത്സരങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുത്തുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. സ്വർഗ്ഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ ഏത് അവസ്ഥയിലും ഞാൻ ലോകാവസാനത്തിലുള്ള എല്ലാ നാളും കൂടെ ഇരിക്കാവുന്ന ഭാഗം ചെയ്ത കർത്താവിന്റെ സാന്നിധ്യവും സഹായവും വിടുതലും ഞങ്ങൾക്ക് വേണ്ടി നൽകി. ഞങ്ങളുടെ നന്ദിയുള്ള ഹൃദയത്തോടെ
ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പ്രിയ മാതാവിന് 86 വർഷങ്ങളിൽ അവരുടെ ജീവനുള്ള അനുവാദം ദൈവം നൽകി. തന്റെ ജീവിത കാലയളവിനുള്ളിൽ കർത്താവിനെ രക്ഷിതാവും കർത്താവ് അംഗീകരിപ്പാനും കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാനും ദൈവത്തിന്റെ വചനം കുഞ്ഞുങ്ങളൊക്കെ പഠിപ്പിപ്പാനും കർത്താവിന്റെ സാക്ഷ്യം അനേകങ്ങളിൽ വഹിപ്പാൻ സഹായിച്ചു. ദാനമായി കർത്താവ് മക്കളെ കൊടുത്തു, കുടുംബങ്ങളെ കൊടുത്തു, കൊച്ചുമക്കളെ കൊടുത്തു. അവരെല്ലാം ശുശ്രൂഷ അനുഭവിപ്പാൻ അവകാശം നൽകി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സമയമായപ്പോൾ വിശ്രമത്തിന് വേണ്ടി വിളിച്ച് കർത്താവിനെ ചേർത്തോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഭക്തന്മാരുടെ മരണം കർത്താവെ യഹോവയ്ക്ക് വിലയേറിയതാണ് നിന്റെ വചനത്തിൽ വായിക്കുന്നത്. അതുപോലെ ഭക്തിയുടെ മരണവും കർത്താവിനെ വിലയേറിയതായിരിക്കാം ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവെ. എന്നാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവര് ദൈവമക്കൾ വേർപെടുമ്പോൾ നിത്യമായൊരു വേർപാട് അല്ല കർത്താവെ, താൽക്കാലികമായ വേർപാടാണെന്ന് മനസ്സിലാക്കി സന്തോഷത്തോടെ സമാധാനത്തോടെ ദേവമാതാവിനെ യാത്ര ചെയ്യിപ്പാനൊക്കെ ദൈവം ഞങ്ങളെ സഹായിക്കേണ്ടതിന് ദൈവങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദാനമായി കൊടുത്ത മക്കൾ, അവരുടെ കുടുംബങ്ങൾ, കുഞ്ഞുമക്കൾ എല്ലാവരും ദൈവം സമാധാനം കൊടുക്കുന്നത്. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നത് ലോകം തരുന്ന പോലും സമാധാനമല്ല എന്ന് അറിയിച്ചത് കർത്താവേ. ഈ പ്രത്യേക സാഹചര്യത്തിൽ പ്രിയ മാതാവിന്റെ ബന്ധത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം കൊടുത്ത്, സമാധാനം കൊടുത്ത്, സന്തോഷം കൊടുത്ത് എന്നെ ശുശ്രൂഷയുടെ അനുഗ്രഹമായി നടപ്പാൻ നോക്കുന്ന ദൈവം സഹായിക്കണമേ. ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ ലോകം മുഴുവൻ കടന്നു പോകുന്നല്ലോ. ഈ സാഹചര്യത്തിൽ ഗവൺമെന്റിൽ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഒരു ശുശ്രൂഷ ചെയ്ത് ഒരു യാത്രയപ്പ് നൽകി കർത്താവിയ മാതാവിനെ കർത്താവ് സംസ്കരിപ്പാൻ നോക്കുന്ന അടികൾക്ക് നീ കൃപ നൽകണമേ കർത്താവേ. ഇന്നലെ ഒരു ദിവസം കർത്താവ് രാത്രികാലം ഇവിടെ മോർച്ച സൂക്ഷിപ്പാനിടയായി ഗഡ്ബോഡിയുമായി ഞങ്ങൾ ഭവനത്തിലേക്ക് കർത്താവ് കടന്നു പോകുന്നു. കടങ്ങളുടെ യാത്ര ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ആപത്തുകൾ കൂടാതെ അനർത്ഥങ്ങൾ കൂടാതെ ചെന്നീ വരുവാൻ മാത്രമല്ല എല്ലാ ശുശ്രൂഷകളും ഭംഗിയായി നിർത്തിപ്പാൻ സഹായിക്കണം. പ്രാർത്ഥിക്കുന്ന തലവാണിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ട ദൈവങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥനകളിൽ യാതൊരു ഘട്ടത്തിൽ നന്ദി പറഞ്ഞു അനുകൂലമാക്കി സ്തോത്രം. സകല വിഷയങ്ങളിൽ നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവിതം മനുഷ്യനാമത്തിൽ അപേക്ഷിക്കുന്നു. വിശേഷ ആത്മകത്തിലായിട്ടുള്ള മേലും തുടർന്ന് ശിശുയുടെ മേലും ഇന്ന് മുതൽ പ്രധാന വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. കാണാമെനിക്കെന്റെ രക്ഷിതാവേ നിന്റെ തങ്ക മുഖം എൻ്റെ താതൻ രാജേ. കാണാമെനിക്കെന്റെ രക്ഷിതാവേ നിന്റെ തങ്കമുഖം എൻ്റെ താതൻ രാജേ. ലോകമായയിൽ പെട്ടു വലഞ്ഞു ഞാൻ മേലോകവാഴ്ചയിൽ ദൂരസ്ഥനാ. അല്പായുഷ്കാലമീ ലോകത്തിൽ വാസം ഞാൻ പുല്ലോടു തുല്യമായി കാണുന്നിപ്പോൾ. കാണാമെനിക്കെന്റെ രക്ഷിതാവേ നിന്റെ തങ്കമുഖം എൻ്റെ താതൻ രാജേ. Joy.
ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് ലോകം മുഴുവൻ കടന്നു പോകുന്നത്. രോഗിയും സംസ്ഥാനങ്ങളും അതുകൊണ്ട് ഇങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം മാത്രമേ നമുക്ക് നടത്താനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആദ്യമേ തന്നെ ഞാൻ ഓർപ്പിക്കുന്നത് എല്ലാവരും സ്നേഹവചനങ്ങളെ അറിയുന്നതോടൊപ്പം തന്നെ നമ്മൾ വന്ന് കണ്ട് മടങ്ങിപ്പോകണം. അമ്മച്ചിയുടെ മക്കൾക്കൊക്കെ ഈ സ്ട്രീറ്റിൽ നമുക്ക് ഉപയോഗിക്കാമെന്നിരിക്കാൻ നല്ല കുഴപ്പമില്ല. കടന്നു വരുന്നവർ ആ നിബന്ധനകളൊക്കെ പാലിച്ച് കണ്ടിട്ട് മടങ്ങിപ്പോകുന്ന കാര്യം ഓർപ്പിക്കുന്നു. നിങ്ങൾ സഹായിക്കട്ടെ. തുടർന്ന് എല്ലാവരും നമ്മളോട് ഇരിക്കാനുള്ളവർ മടങ്ങിപ്പോകുന്നൊക്കെ ഇതിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി എത്തിച്ചുവന്നല്ലോ. അന്നേരം 500-ലധികം സഹോദരന്മാർക്ക് കൃഷ്ണനായി അവർ മിക്കപേരും നേരെ ജീവനോടെ ഇരിക്കുന്നു. ചിലരോ നിത്യം പ്രാപിച്ചിരിക്കുന്നു. അനന്തരം യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി എല്ലാവർക്കും ഒടുവിൽ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരുടെ ഏറ്റവും കഴിയുന്നതോ ദൈവസഭയെ ഉപദ്രവിച്ച് എല്ലാ അപ്പോസ്തലനും പേര് യോഗ്യതല്ല. എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. എന്നോടുള്ള അവൻ്റെ കൃപ വ്യക്തമായതില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവകൃപയത്രട്ടെ. ഞാനാകട്ടെ അവരാകട്ടെ ഈ വണ്ണം ഞങ്ങൾ പ്രസംഗിക്കുന്നു, ഈ വണ്ണം ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് വിളിച്ചതിൽ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിലും നിങ്ങളുടെ വിശ്വാസവും ഉയർത്തും. മരിച്ചവർ ഉയർത്തുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ കൊണ്ടുവരും. മരിച്ചവർ ഉയർത്തുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താണ്ടായ നിലയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ, പിന്നെ അവസാനം. അന്നവനെല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യപിതാവായി തീർത്തിരിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുകളും വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവനെ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെയത്രയെന്ന് സ്പഷ്ടം. എന്നാൽ അവനെ സകലവും കീഴ്പ്പെട്ടതിനു ശേഷം ദൈവം സകലത്തിനും സകലവുമാകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവനെ കീഴ്പ്പെട്ടിരിക്കും. പക്ഷെ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നുവെന്നും ഏത് തേജസ് വേറെ, ഭൗമശരീരങ്ങളുടെ തേജസ് വേറെ, സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനം കൊണ്ട് തന്നെ എനിക്കായൊരു മോക്ഷ വീട്
ഇണ്ടലകന്നു ഞാൻ വാഴുമങ്ങ്. ദൈവമുണ്ട്, അങ്ങു പുത്രനുണ്ട്, ആത്മാവുണ്ട്, ദൈവദൂതരുണ്ട്. കൂടാരമാകുന്ന എൻ ഭവനം വിട്ടകന്നാലെനിക്കേറെ ഭാഗ്യം. കൈകളാൽ തീർക്കാത്ത മോക്ഷ വീട്ടിൽ വേഗമായി തങ്ങു ചെന്നു ചേരും. രക്ഷകന്റെ രാജ്യമതിനുള്ളിൽ വാസം ചെയ്യാം. രോഗം ദുഃഖം പീഡയൊന്നുമില്ല, ദാഹം വിശപ്പുമങ്ങൊട്ടുമില്ല. ദൈവാതിരുനാമത്തിനെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രിയ മാതാവിന്റെ ദേവനിയോഗത്തോടുള്ള ബന്ധത്തിൽ ഈ ഭവനത്തിന്റെ വരാന്തയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രിയ മാതാവിന്റെ പെട്രോളിയുമായി പാതെത്തുമെന്നും സർവകൃപാലുവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ സാവകാശങ്ങളെ നൽകി ലോകം മുഴുവൻ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ഗവൺമെന്റ് നിബന്ധനകൾ പാലിച്ച് മാത്രമേ ഈ ശുശ്രൂഷകളൊക്കെ ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളതിനെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയാൻ തന്നെ എല്ലാവർക്കും അറിയാം. സ്വന്തത്തിൽപ്പെട്ടവർ അഥവാ മക്കള് അവരുടെ കുടുംബങ്ങളൊക്കെ ഒരുമിച്ചിരിക്കുന്നതിന് കുഴപ്പമില്ല. മറ്റുള്ളവരെ വന്ന് കണ്ടിട്ട് പോകണം. 20 കൂടാതെ ഒരു ആളുകൾ മാത്രമേ ഇവിടെ കാണാൻ പാടുള്ളൂ എന്നുള്ളതാണ് നിബന്ധന. മറ്റുള്ളവരെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നമുക്കറിയാം 3 വിധ കാര്യങ്ങളാണ്, 3-4 വിധ കാര്യങ്ങളാണ് ഗവൺമെന്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സൂക്ഷിക്കാൻ വേണ്ടി. അതിലൊന്ന് നമുക്ക് ഹസ്തദാനമൊക്കെ ഇപ്പോൾ വിലക്കിയിരിക്കുകയാണ്.
അതുപോലെ തന്നെ മാസ്ക് ധരിച്ചിരിക്കണം, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. കൂടാതെ കൂടെ സാനിറ്റൈസറോ സോപ്പോ വെള്ളമൊക്കെ ഉപയോഗിച്ച് കൈകളൊക്കെ കഴുകി വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്നുള്ളതാണ് നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ. അതുകൊണ്ട് നിബന്ധനകൾ പാലിച്ച് മാത്രമേ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുകയുള്ളൂ. ഇവിടെ നമുക്ക് ആര് വന്നാലും വന്നില്ലെങ്കിലും 11 മണിയോടുകൂടി ഡെഡ് ബോഡി ഇവിടെ എടുക്കാനാണ് താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് കടന്നു വരുന്ന ദേവാസ്വന്മാർക്ക് അല്പം വിലച്ചുകൾ കൊടുക്കാൻ താല്പര്യമുണ്ട്. അവരെ സംസാരിച്ച ശേഷം അവർക്ക് മടങ്ങിപ്പോകാനുള്ള അവകാശമുണ്ട്. ഇന്നത്തെ ഈ സമയത്ത് ഈ സാഹചര്യത്തിൽ പ്രത്യേകം പാലക്കാർക്ക് ആർക്കും അതിനൊരു ബുദ്ധിമുട്ട് തോന്നത്തില്ല. കാരണം അവരോട് കാണിക്കുന്ന ഒരു സഹനത്തിന്റെ നന്ദിയായിട്ടാണ് ഇരിക്കുന്നത് കൊണ്ട് ആ രീതിയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ട് കടന്നു വന്ന എല്ലാ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിദാസൻ പ്രിയ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അവരുടെ വന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. പ്രിയ മാതാവിന് 86 വർഷങ്ങൾ ലോകത്തിൽ ജീവിപ്പാനെ കൊണ്ടുള്ള ഭാഗ്യം ദൈവം നൽകി. തന്റെ ജീവിതകാലങ്ങളിനുള്ളിൽ കർത്താവിനെ വിശുദ്ധാം കർത്താവ് അംഗീകരിക്കാനുള്ള സാവകാശം ദൈവം നൽകി. ദാനമായ മക്കളെ കൊടുത്തു, കുടുംബങ്ങളെ കൊടുത്തു, കൊച്ചുമക്കളെ കൊടുത്തു. ഒടുവിലായ കർത്താവിന്റെ ദാസന്റെയും അതുപോലുള്ള മക്കളുടെയൊക്കെ ശുശ്രൂഷകളൊക്കെ അനുഭവിച്ച് തന്റെ വെച്ചിരിക്കുന്ന ദിവസത്തിലേക്ക് ചേർക്കപ്പെടുവാനിടയായി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഒരു യാത്രയെ കൊടുക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുകയാണ്. തുടർന്നുള്ള സമയങ്ങൾ കടന്നു വരുന്ന ദിവാസന്മാർക്കൂടെ അല്പാൽപ മിനിറ്റുകൾ കൊടുത്ത് അതിനോടൊക്കെ സമയമുണ്ടെങ്കിൽ പാട്ടുപാടുകയും നിവേദനം വായിക്കുകയും അതിനുശേഷമൊക്കെ നടത്താൻ വേണ്ടി താല്പര്യത്തോടെ പ്രാർത്ഥന ദിവസമായിരിക്കും. കർത്താദാസൻ ഇപ്പൊ രാവിലെ കടന്നു വന്നു. കർത്താദാസൻ ദൈവത്തെ സ്തുതി 2 വാക്ക് അദ്ദേഹം സൂചിപ്പിക്കുന്നതിന് താല്പര്യമില്ലാന്ന് പറഞ്ഞു. ഭാഗം വായിക്കാൻ താല്പര്യം. ലേഖനം 5-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുന്നു. കൂടാരമായ ഞങ്ങളുടെ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയില്ലാത്ത നിത്യമായ ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങളുടെ സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞങ്ങൾ നിറങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉൾപ്പെടുന്നവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിക്കുവാൻ വാഞ്ചിക്കുന്നു. ഒരുവാനല്ല മധ്യമായ ജീവനാ നീങ്ങി പോകേണ്ടതിന് മീതെ ഉടുപ്പായി ചെയ്യാൻ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയ ആത്മാവാചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങളെല്ലായ്പ്പോഴും ധൈര്യപ്പെട്ട് ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെ ഇന്നലെ രാത്രി ഞാൻ ഓർപ്പിച്ചതുപോലെ പ്രിയ ഭവനുമായി അടുത്ത ബന്ധം, ആത്മീയ ബന്ധം 2 വർഷത്തെ ബന്ധം മാത്രമേ ഉള്ളതിന് മുമ്പേ പ്രിയ മാതാവിനെ കാണുവാനും പരിചയപ്പെടാനും ഒക്കെ സാവകാശം ലഭിച്ചിട്ടുണ്ട്. കഥാദാസൻ ഭാഷവും ആയിട്ടുള്ള ബന്ധവും ഈ 2 വർഷത്തിനുള്ളിലുള്ളതാണ്. പ്രിയ മാതാവിന് 86 വർഷം ഈ ലോകത്തിൽ ജീവിക്കാനുള്ള സാവകാശം ദൈവം കൊടുത്തു. ദൈവദാനമായി മക്കളെ കൊടുത്തു, മക്കളെ കൊടുത്തു. അവരൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ പിതാവ് ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ ഇടയായിത്തീർന്നു. ഇളയ മകൻ പ്രിയ എബി കഴിഞ്ഞ വർഷം ഇതുപോലെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനായിത്തീർന്നു. ശശിനാഥദാസൻ പ്രിയ ഭാഷ തൻ്റെ കുടുംബം, കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ പ്രിയ ബിജു ബ്രദർ ഇല്ലാമ കുഞ്ഞുങ്ങൾ, ദാനം കൊടുത്ത മകളും കുടുംബവും അവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ അമ്മച്ചി ശാരസഭയുടെ ഒരു മെമ്പറായി ആദ്യകാലം മുതലേ ഐക്യപദ്ധതി അവകാശം നൽകി. തൻ്റെ ജീവിതകാലത്തിൽ കേട്ടറിവ് തന്നെ അനേക ഭവനങ്ങൾ കയറി ഇറങ്ങുകയും കർത്താവിനെ കുറിച്ച് സാക്ഷീകരിക്കാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനമൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള അവകാശങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ളതൊക്കെ തന്നെ ഉപയോഗിക്കാണ്ടാക്കാൻ ഇടയായിട്ടുണ്ട്. ഞാൻ ഇവിടെയും മരണവീട്ടിൽ പറയുന്ന ഒരു കാര്യം, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്ര വയസ്സുവരെ അവർ ജീവിച്ചിരുന്നു എന്നുള്ളതിനേക്കാൾ ജീവിച്ചിരുന്ന നാളുകളിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് പ്രാധാന്യമുണ്ട് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതമായി അംഗീകരിപ്പാൻ, യേശുക്രിസ്തു മുഖാന്തരമായിട്ടുള്ള അവന്റെ പ്രായശ്ചിത്ത ബലി മുഖാന്തരമായിട്ടുള്ള പാപമോചനം പ്രാപിച്ച് നിഗതിക്ക് വേണ്ടി അവകാശിയായി തീരുവാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ പറയാറുണ്ട്. അനേകവിധ ഭാഗ്യവാന്മാരെ കുറിച്ച് വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ലംഘനം ക്ഷമിച്ചും പാപവും മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് സംഘത്തിൽ നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് ഈ മാതാവിന്റെ 86 വർഷത്തെ ജീവിതകാലത്തിനുള്ളിൽ തനിക്ക് നേടാൻ കഴിഞ്ഞ
ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് കർത്താവിനെ കണ്ടുമുട്ടുവാനും കർത്താവിന്റെ ഒരു മകളായി തന്റെ പാപത്തിന് മോചനം പ്രാപിച്ച് ഒരു ദൈവത്തിലായി ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി അവകാശിയായി തീരുവാൻ തക്കോണം കഴിഞ്ഞു എന്നുള്ളതാണ് തനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം. മറ്റു പല ഭാഗ്യങ്ങളുണ്ട്. മറ്റുള്ളൊരു ഭാഗ്യമാണ് സമ്പത്ത്, ഒരു ഭാഗ്യമാണ്. അങ്ങനെയുള്ള ശുശ്രൂഷകൾ ലഭിക്കുന്നതൊക്കെ ഒരു ഭാഗ്യമാണ്. അതിന്റെ പട്ടിക നമുക്ക് പെടുത്തും തെറ്റില്ല. എങ്കിലും ഏറ്റവും വലിയ ഭാഗ്യം കർത്താവിനെ കണ്ടുമുട്ടി നിത്യത അവകാശമാക്കുക എന്നുള്ളതാണ്. ആ ഭാഗ്യം പ്രിയ മാതാവിനെ ലഭിക്കാൻ തക്കോണം ഇടയാത്തുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം പഠിക്കുമ്പോൾ ലാസറിന്റെ കല്ലറയ്ക്കൽ യേശു കടന്നു വന്നു. അവിടെ യേശു ലാസറിന്റെ സഹോദരന്മാരോട് പറയുന്ന വാക്യമുണ്ട്. അതിന്റെ 15-ാം അധ്യായം 25-ാം വാക്യത്തിൽ യേശുവിനോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആമേൻ. യേശു പറയാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകും. മരിച്ചാൽ ഉയർക്കുമെന്ന് പറയാൻ കഴിയുന്നത് യേശുക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. കാരണം യേശുക്രിസ്തു മാത്രമേ മരിച്ചിട്ട് എന്ത് ചെയ്തോളൂ തന്നെ ഉയർത്തെഴുന്നേറ്റുള്ളൂ. അതുകൊണ്ട് തനിക്ക് പറയാനായിട്ട് കഴിയും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ എനിക്ക് കഴിയും എന്നുള്ളത് കൊണ്ട് പറയാണ്. മാത്യോടും മറിയോടും അവരുടെ ദുഃഖത്തിന്റെ സമയത്ത് പറയാണ്, നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല, അവരെന്ത് ചെയ്യും, മരിച്ചാലും ജീവിക്കും എന്ന് പറയുന്നുണ്ട്. അതിന്റെ അടുത്ത വാക്യം പറയുന്നു, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ. നമുക്ക് വളരെ ആശയക്കുഴപ്പങ്ങളൊക്കെ ഉള്ള ഒരു വാക്യമാണ് രണ്ടാമത്തെ വാക്യം. ചിലപ്പോൾ തോന്നാറുണ്ടോ മരിച്ചാലും ജീവിക്കും എന്ന് പറഞ്ഞിട്ട് പറയാൻ മരിക്കയില്ലെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ശരിയാകുന്നത് എന്ന് ചിന്തിക്കാറുണ്ട്. അപ്പോൾ മരണത്തെ കുറിച്ച് വ്യക്തമായി ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഏതാണ് മരണം, എത്ര മരണങ്ങളുണ്ട് എന്നുള്ളതിനെ കുറിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ അതിനൊരു ആൻസർ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ പറയുകയാണ്, ജീവിച്ചിരുന്ന് എന്നെ വിശ്വസിക്കുക. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വചന വ്യവസ്ഥ എന്ന് പറഞ്ഞത്, ഏതൊരുവൻ ജീവിതത്തിലായിരിക്കുമ്പോൾ വിശ്വസിക്കാൻ കഴിയുമോ അവന് മാത്രമേ അവൻ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയത്തുള്ളൂ. അതെ, ക്രിസ്തുവിൽ നിത്യതയ്ക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽക്കാൻ കഴിയത്തുള്ളൂ. ഉയർപ്പ് ഒന്നിലധികം ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റ് നിത്യത കർത്താവിനോട് കഴിയണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? ജീവിച്ചിരുന്ന് ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ കോണം നമുക്കിടയായി ചെയ്യണം. ഇവിടെ പ്രിയമാതാവ് ഇന്നലെ ശ്രദ്ധിച്ച് ഇവിടെ നിന്ന് എല്ലാവർക്കും മാറ്റപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ നമുക്ക് ആബ്സെൻസ് ആയി. അതുകൊണ്ട് കർത്താവ് പറയുന്നത് 116 വായിക്കുമ്പോൾ, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയ. ഒരു പിതാവിന്റെ അടുക്കിലേക്ക് ഒരു മകൻ ചെല്ലുന്നത് പോലെ, ഒരു പിതാവിന്റെ അടുക്കിലേക്ക് ഒരു മകൻ ചെല്ലുന്നത് പോലെ, അനേക നാളുകൾക്ക് അകലങ്ങൾ മാറി അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ഒരു സന്തോഷം പോലെയാണ് ദൈവത്തിന് തന്റെ മക്കളുടെ മരണം അഥവാ വേർപാട് എന്നുള്ളത്. അതുകൊണ്ട് ദൈവങ്ങളായി നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞില്ലെങ്കിൽ പറയാം, നമ്മൾ പ്രത്യാശയോടെ ആയിരിക്കുന്നു, നമ്മൾ സന്തോഷത്തോടു കൂടെ യാത്ര ചെയ്യാനായിട്ട് കഴിയുന്നു എന്നുള്ളത് ഈ പ്രത്യാശ കൊണ്ടാണ്. അതുകൊണ്ടാണ് ഓർപ്പിച്ചല്ലോ നമ്മൾ വായിച്ചപ്പോൾ പ്രത്യാശപ്പോൾ പ്രിയ മാതാവ് തന്റെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ച നാളുകളിലൂടെ ജീവിച്ചതിന് ശേഷം, വിവിധമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയതിനു ശേഷം പ്രിയ മാതാവ് നിത്യമായ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പാൻ കൊണ്ട് ദൈവം അവസരം കൊടുത്തതാണ്. അതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞത്, നീ എന്ത് ചെയ്യുക, നീ വിശ്രമിച്ചു കൊള്ളുക. ഒരു വിശ്രമത്തിന് വേണ്ടി വേർതിരിക്കുകയാണ് ദൈവം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ പ്രത്യാശയോടുകൂടെ നമുക്ക് ആയിരിക്കാൻ വെക്കണം. അല്ല, നമുക്ക് അങ്ങനെ ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ പ്രാപിപ്പാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ പ്രത്യാശയിലേക്ക് ഈ മാതാവിന്റെ മരണത്തിന്റെ ശവസംസ്കാര ശുശ്രൂഷ ഇടയായി തീരാൻ തൊക്കണം, ഇടയാക്കിയുള്ളൂ. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കൊണ്ട് ആ നിലയിലായിരിക്കാൻ തൊക്കണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ട് മരണം ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രമോഷനാണ്. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ഏകദേശം 10ഓളം വാക്കുകൾ മരണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മൂലഭാഷയിൽ ദാനച്ചോസ് എന്നാണ് അതിന്റെ മൂലഭാഷയിലെ വാക്ക്. അതിന്റെ അർത്ഥം തുള്ളിച്ചാടി പോവുക. എങ്ങനെയാണ് മരണം, മരണത്തിൽ നമ്മൾ മുന്നോട്ട് പോകും, തുള്ളിച്ചാടി പോകുന്നത് എങ്ങനെയാണ് നമുക്കറിയാം. ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ കഷ്ടതയുള്ള, വേദനയുള്ള, കണ്ണുനീരുള്ള, ദുഃഖമുള്ള, പ്രയാസമുള്ള ഈ ജീവിതത്തിൽ നിന്ന് നിത്യ സൗഭാഗ്യത്തിലേക്ക്, സന്തോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തുള്ളിച്ചാടി പോകാനായിട്ട് കഴിയും. അതാണ് എൻ്റെ അർത്ഥം. ഒരർത്ഥം പറയുന്നു, അതിന്റെ അർത്ഥത്തിൽ പറയുന്നു ഇങ്ങനെ, ഒരു കപ്പലെടുത്ത് നങ്കൂരമിട്ടതിന് ശേഷം മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുന്നതാണ്. അതിനെ കുറിച്ചാണ് അവിടെ മരണത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അർത്ഥം. മറ്റൊരു അർത്ഥം നമ്മൾ കാണുമ്പോൾ, പകലന്തിയോളം ഒരു വയലിലെ അധ്വാനിച്ച ശേഷം ആ മുഖമൊന്ന് അഴിച്ചു മാറ്റി ആ കാളകളെ സ്വതന്ത്രമായിട്ട് വിടുന്ന ഒരു അനുഭവമാണ് മരണമെന്ന് പറയുന്നത്.
എന്ന് പറഞ്ഞ വേദനയുള്ള, ദുഃഖമുള്ള, പ്രയാസമുള്ള ഈ ജീവിതത്തിന്റെ ആ മുഖത്തിന്റെ അമിക്കയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ഒരു സൗഭാഗ്യത്തിലേക്ക്, സന്തോഷത്തിലേക്ക് മാറ്റപ്പെടുന്ന ഒന്നാണ് ഈ മരണം എന്ന് പറയുന്നത് എന്നാണ് അതിന് മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന വാക്കിന്റെ അർത്ഥങ്ങളെന്ന് സന്തോഷത്തിലേക്കാണ്. അതുകൊണ്ട് നമുക്ക് സന്തോഷത്തോടുകൂടെ യാത്ര ചെയ്യുവാൻ തൊക്കണം തീരട്ടെ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മൾ ഒരു പക്ഷേ കടന്നു പോകാനായിട്ട് സാവകാശം ലഭിച്ചെന്ന് വരാം. അപ്പോൾ ചിലവ് ശിശുവായിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ വേർപെട്ട് വന്ന് വരാം. ഏത് സമയത്തും മരണം കടന്നു വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന ആയുസ്സിൽ ദൈവത്തെ കണ്ടുമുട്ടാൻ, കർത്താവിനെ കണ്ടുമുട്ടാൻ തക്ക ഇടയായിട്ടുണ്ടെങ്കിൽ അവന്റെ ജീവിതം അത് ഭാഗ്യകരമായി തീരും. അവന്റെ ജീവിതം അത് ഭാഗ്യകരമായി തീരും. അതുകൊണ്ട് ആ നിലയിൽ മുന്നോട്ട് പോകാൻ തക്കോണം ഇടയായി തീരാണ്. ഹല്ലേലൂയ. ഇപ്പോൾ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, യഹോവേ എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെ എന്നെ അറിയിക്കണമേ. നമുക്ക് അറിഞ്ഞുകൂടാ എത്രയാണ് ആയുസ്, എത്ര നാള് നമുക്ക് എല്ലാവർക്കും. ഇവിടെ ജീവിക്കുന്ന സന്നിപാസം എപ്പോഴും പറഞ്ഞു വീട്ടിൽ ഇങ്ങനെ പറയാറുണ്ട്, നമ്മളെല്ലാം ഒരു ക്യൂവിലാണെന്ന് പറയാറുണ്ട്, ഓരോ നിരയിലാണെന്ന് പറയാറുണ്ട്. എന്താണ് അതിനർത്ഥം? ക്യൂവിൽ നിൽക്കുകയാണ്. എപ്പോഴാണ് നമുക്കൊരു സമയം അനുവദിക്കപ്പെടുന്നത് അറിഞ്ഞുകൂടാ. ആ ഒരു ക്യൂവിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ബോധമുള്ളവരായിരിക്കണം. ഇന്നിപ്പോ നമുക്കറിയാമല്ലോ, ഈ കൊറോണ വൈറസ് നിമിത്തമായി, COVID-19 എന്ന ഈ മഹാമാരി നിമിത്തമായി അനേക ജീവിതങ്ങൾ പ്രതീക്ഷിക്കാത്ത നിലകളിൽ ലോകത്തിൽ ലക്ഷങ്ങൾ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അറിഞ്ഞുകൂടാ ഓരോരുത്തരുടെ ആയുസ് എത്രയാണ്. അവർ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ ദൈവം തരുന്ന ആയുസ്സിൽ കർത്താവിനെ കണ്ടുമുട്ടുവാൻ, കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാൻ, കർത്താവിന് വേണ്ടി ജീവിപ്പാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ നിത്യതയിൽ ഒരു സൗഭാഗ്യമാണ്. വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവ് വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ പേരെ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുകയും. ദൈവാതിരുനാമത്തിനെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. സഭകൾ പ്രത്യേകിച്ച് തങ്കമാമയുടെ നല്ല ജീവിതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ വിശ്വാസമുള്ള ഒരു കുടുംബമാണ് അനീസ് ചേട്ടൻ്റെയും തങ്കമാമയുടെയും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പേര് ജോർജ്, ഉൾനാടപ്പള്ളിയിൽ അമ്പാട്ട് എന്ന രീതിയിൽ. തങ്കമാമയ്ക്ക് ആവുന്നിടത്തോളം കാലങ്ങളിലെല്ലാം ഞങ്ങളുടെ ഭവനങ്ങൾ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകൾ. അനിഞ്ചേട്ടനാണെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ഫാദറിൻ്റെ സമയം മുതൽ തന്നെ വീട്ടിൽ വന്ന് സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അനിഞ്ചേട്ടനെ തങ്കമാമയെ കുറിച്ച് വളരെ നല്ല കാര്യങ്ങൾ മാത്രമേ റെഗുലറായിട്ട് കടന്നു വരികയും അവരുടെ ഓരോരുത്തരുടെ ആവശ്യങ്ങളിൽ പ്രാർത്ഥനയുടെ മധ്യസ്ഥം വഹിക്കുകയൊക്കെ ചെയ്ത വളരെ സ്നേഹമുള്ള ഒരു മാതാവാണ്. അതുകൊണ്ട് തങ്കമാമയുടെ നല്ല ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. പ്രത്യേകിച്ച് തോമസ്കുട്ടിയെയും കുടുംബത്തെയും അവരുടെ ബിജുവിനെയും കുടുംബത്തെയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരെ ദൈവം ഇത്രത്തോളം അനുഗ്രഹിച്ചതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. നല്ല സ്നേഹത്തിനായി കരുതലിനായി ഒക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇനിയും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവേറ്റിൽ അല്ലെങ്കിൽ നിത്യതയിൽ കാണാമെന്നുള്ള പ്രത്യാശയും മാമയുടെ ജീവിതത്തെ യാത്രയയക്കാം. എല്ലാ ദുഃഖാർത്തരായ എല്ലാ കുടുംബാംഗങ്ങളെയും ദൈവം എനിക്കധികം കൊതിയുണ്ട്, എനിക്കധികം കൊതിയുണ്ട്, നിന്റെ വരവു ഏതോ സമയം അറിയുന്നില്ല. കർത്താവിൻ്റെ നാമത്തെ നമുക്ക് ഒരുമിച്ച് ഉയർത്തുവാൻ പ്രകാരം
അതിലിരിക്കുന്ന ഈ അവസരത്തിൽ തമ്മിൽ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ചില നാളുകളായി കൗൺസിലറുമായിട്ട് വളരെയധികം അടുത്ത ബന്ധം കൂടെയാണ് കർത്താവ് തന്നു. അതിനുശേഷം പ്രിയ മനുഷ്യയെക്കുറിച്ച് അറിയുവാനും മനുഷ്യയുടെ ശാരീരിക ക്ലേശങ്ങളിൽ പലപ്പോഴും പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം അവസരങ്ങൾ തന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണല്ലോ കർത്താവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് കേൾക്കാൻ കഴിഞ്ഞത്. നമുക്കറിയാം നമ്മുടെ സാഹചര്യങ്ങളൊക്കെ വളരെ പ്രതികൂലമായ അവസ്ഥയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കർത്താവിനോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവിനെയും ബലപ്പെടുത്തിയല്ലോ ഭവനത്തോടുള്ള വെല്ലും സുഖങ്ങളും നന്ദി അറിയിക്കുന്നു. ഈ സഹായിക്കും ശുദ്ധരെല്ലാം ഗീതം പാടും തൻ്റെ വരവിൽ ശുദ്ധരെല്ലാം ഗീതം പാടും തൻ്റെ വരവിൽ ആർത്തുഘോഷിച്ചും ആനന്ദവല്ലഭനെ എതിരേൽപ്പാൻ ആനന്ദവല്ലഭനെ എതിരേൽപ്പാൻ വരണേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതി. മണ്ണിൽ മൗനമുറങ്ങും തൻ്റെ വിശുദ്ധർ എല്ലാം നിമിഷം കൊതിയുണ്ട് പരനേ നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ട്. പരനേ സമാധാനത്താൽ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നമുക്കുള്ള ആശംസ അറിയിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയാചാനോടുള്ള അറിയിക്കുമ്പോൾ സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഓർമ്മകൾ കേൾക്കൊണ്ടപ്പോഴും വെളിയാറ്റുന്നല്ലോ നല്ല പ്രവൃത്തികൾ അവരുടെ ദൈവത്തെ സ്തുതിക്കുന്നു. മാതാവിനെ ദൈവം നൽകിയ ഏക മകൾ കുടുംബമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. അവരുടെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രധാനദാസൻ മാസ്റ്റർ ജേസൺ അവർ കർത്താവിൻ്റെതായ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നു ഞാൻ ചെന്നങ്ങു എന്നു ഞാൻ ചെന്നങ്ങു ചേരുമാതെ പിന്നീട് എനിക്കാപത്തൊന്നു. ജെയിംസ് ഉണ്ട്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ 11 മണിക്ക് തോന്നി ആവശ്യമായിരിക്കും സാഹചര്യത്തിൽ. അതുകൊണ്ട് 10 വരെയുള്ള സമയം മാത്രമേ അനുസ്മരണത്തിനുള്ള അവകാശങ്ങളുള്ളൂ. അതുകൊണ്ട് ഇവരെ കണ്ടിട്ട് മടങ്ങിപ്പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെ സഹോദരത്തിന് കൃത്യമായി നന്ദി പറയുന്നു. ദൈവരെ ധാരാളം അനുഗ്രഹിക്കുന്ന തുടർന്ന് പ്രധാനദാസന്മാർ ചില മിനിറ്റുകൾ അനുസ്മരണമായിട്ട് ഓർപ്പിക്കും. പ്രധാനദാസൻ ജെയിംസ് ക്ഷമിക്കും. പ്രാർത്ഥനയോട് ദിവസമായിരിക്കും ദൈവം. ജെയിംസ് മറ്റു ചില ദൈവദാസന്മാർ അതിൻ്റെ ജയപരാജയങ്ങൾ വിലയിരുത്തുന്ന ദിനം അതിന് വേണ്ടി വരുന്നുണ്ട്. ആ ദിവസത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ധാരാളം പ്രതിഫലങ്ങൾക്ക് വിധേയമായി തീരുവാൻ പ്രിയ മാതാവ് കർത്താവിൻ്റെ സൗകര്യങ്ങൾക്ക് ജീവനോടെ വിവാദപ്പെട്ട പ്രസംഗം വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കർത്താവിൻ്റെ പദം നമ്മളെ ഓർപ്പിക്കുന്നത് മരിച്ച ഏതൊക്കെ പുനരുദ്ധാനമുണ്ട്. അതിൽ 1-ാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർക്കാണ് ഭാഗ്യപദവി എന്ന് വചനം പറയുന്നു.
നാം പുനരുത്ഥാനത്തിൽ പങ്കാളിയാകുവാൻ ദൈവവചനം നമ്മളോട് പറയുന്നത് സാഹചര്യവും ഇല്ലാത്തതുകൊണ്ട് കടന്നു വരാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായിരിക്കുന്നു. രണ്ടുപേരും ക്ഷീണിതരായി വന്നിട്ട് ശ്രമിക്കുകയാണ്. പോകുന്നില്ല. അതുകൊണ്ട് ആശുപത്രികളൊക്കെ സമീപം തോന്നും APCയുടെ സെൻറ്ററിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കും ദാനദാസൻ വീട്ടിൽ ഓടിക്കൂട്ടി അവരെ നിയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ സെമിത്തേരിയിലുള്ള ശുശ്രൂഷകളോട് നേതൃത്വം അങ്ങനെ ഒടുവിലായി താല്പര്യപ്പെടുന്നത് അതിനുമേ കർത്താനദാസൻ കരമേല APCയുടെ ശുശ്രൂഷകളും ഈ കുടുംബത്തിലെ പ്രിയ കർത്താനദാസൻ കുടുംബമായി ആ സഭയിലാണല്ലോ ഇരിക്കുന്നത് കരാശിക്കുന്നത്. പ്രിയ മിശുവിടെ മകൻ ബിജു ബ്രദറും എൻ്റെ കുഞ്ഞുങ്ങളും പ്രിയകാലില്ലാമേ നമ്മുടെ സഭയുടെ ബന്ധത്തിൽ അരച്ചു വരുന്നു. ബിജു ബ്രദർ വിദേശത്തായിരിക്കുന്നു. അപ്പോൾ തന്നെ പ്രിയ മാതാവും APC ശാല സഭയുടെ മെമ്പറായിട്ടാണ് ജില്ലയുമായി കണ്ടെത്തുന്നത്. എന്നാൽ ഒടുവിലത്തെ ചില രക്ഷീണതയായി കഴിഞ്ഞപ്പോൾ പ്രിയ രാമദാസൻ പ്രിയ മാതാവിനെ ഇവിടേക്ക് കൊണ്ടുവരികയും വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പ്രിയ മാതാവിനെ ശുശ്രൂഷിപ്പാൻ തക്കമുള്ള ഭാഗ്യം തനിക്ക് തൻ്റെ കുടുംബത്തിന് ദൈവം നൽകി. തീർച്ചയായിട്ടും അതൊരു അനുഗ്രഹമാണ്. ദൈവദാസനെ കുടുംബമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പലപ്പോഴും കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും പിന്നെ ഞാൻ ഇവിടെ കടന്നു വന്നപ്പോഴും മാതാവിനെ ശുശ്രൂഷിപ്പാൻ തനിക്ക് തൻ്റെ കുടുംബത്തിന് ലഭിച്ചത് എന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് തീർച്ചയായിട്ടും തൻ്റെ കുടുംബത്തിന് ഒരു അനുഗ്രഹമായി തീരും. അത് സ്തുതിക്കുകയാണ്. ആരംഭകാലം മുതൽ ശാല സഭയുടെ ആരംഭകാലം മുതൽ കുടുംബം സഭയൊരു അനുഗ്രഹവും സന്തോഷകരമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ സഭയോട് കാണിച്ച എല്ലാ ശ്രവണത്തിനും കുടുംബങ്ങൾ കാണിക്കുന്ന എല്ലാ ശ്രവണത്തിനും കൃത്യമായിട്ടുള്ള നന്ദി പറയുന്നു. അനേകം പ്രിയപ്പെട്ടോടെ എന്നോട് വിളിച്ചു വെച്ച് എങ്ങനെ ഭാഷയെ അവിടെ വരെ കടന്നു വരുമ്പോൾ വാഹനത്തിന് ബുദ്ധിമുട്ടുണ്ട്, സെമിത്തേരിയിൽ വരാൻ പറ്റുമോ, സെമിത്തേരി ചെല്ലുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, 20 ആൾക്കാർക്ക് മാത്രമേ അവിടെ ചെല്ലാൻ പറ്റത്തുള്ളൂ, ഞങ്ങളെ കുറച്ച് ദിവസന്മാർ മാത്രമേ കാണത്തുള്ളൂ, ബാക്കിയുള്ള കുടുംബങ്ങൾ വരണമുണ്ട്, അത് ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞു. ഇവിടെ വരെ വരാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പല പ്രായമുള്ളവരും മറ്റവരൊക്കെ ഇന്നിവിടെ വരേണ്ടതാണ്, പലരും വന്നിട്ട് പോയല്ലോ, നിൽക്കാനായിട്ട് കഴിയുന്നില്ലല്ലോ. എങ്കിലും അവിടെ എല്ലാം അനുശോചനങ്ങൾ, അവരുടെ ദുഃഖങ്ങൾ, പ്രകാശങ്ങളൊക്കെ അറിയിക്കാനായിട്ട് പറഞ്ഞു. അതുകൊണ്ട് സഭയായിട്ടുള്ള സഭയുടെ ശുശ്രൂഷ നിലയിൽ ഉള്ള ദുഃഖവും പ്രത്യാശയും ഈ ഭവനത്തെ അറിയിക്കുന്നു. ദൈവമായിരിക്കട്ടെ. ഇവിടെ വന്ന് നമ്മളെ ആശ്വസിപ്പിക്കുകയും പ്രത്യേകിച്ച് ദുഃഖത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ്. ഞാൻ അതേ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ പരമാവധി കഴിവുകൾ ഉപയോഗിച്ച് കുടുംബം ക്ഷേമത്തോടെ നിർത്തുവാൻ ദൈവം നൽകി. അതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് രോഗത്തിനൊക്കെ ആയ സമയം മുതൽ സഭ കയറുകയെ വിശ്വാസി സമൂഹങ്ങൾ അതുപോലെ തന്നെ അബ്ദുദാസന്മാർ ചെയ്തതോർത്ത് ഉൾക്കാലം നന്ദി അറിയിക്കുകയാണ്. ഉൾക്കാലം ശുശ്രൂഷയുടെ ബന്ധത്തിൽ കടന്നു വന്ന എല്ലാ കർത്തൃദാസന്മാർക്കും ആവശ്യമുള്ള നന്ദി അറിയിക്കുന്നു. ഈ ശുശ്രൂഷകൾ ഇത്രത്തോളം നിറവേറ്റപ്പെടുവാൻ ശാലീ സഭയുടെ അതുപോലെ തന്നെ കനേബാല ചർച്ചിൻ്റെയും ഒന്നിച്ചുള്ളതായ ഈ ശുശ്രൂഷ നല്ലൊരു യാത്രയപ്പ് കൊടുക്കുവാൻ ദാസന്മാരെ ദൈവം ഒരുക്കിയല്ലോ. അതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. യാത്രയയക്കാം കർത്താവിനായി നമ്മെ ഒരുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. IPC പനേമ്പാല സഭയിലെ എല്ലാ ദൈവമക്കളുടെയും പ്രത്യേകമായ ദുഃഖം, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ദുഃഖം ഇവിടെ അറിയിക്കുന്നു. എൻ്റെ മക്കൾ 4 പേരും ഒരാൾ ദേശത്തും മറ്റൊരാൾ നോർത്തിൻ്റെയും അവരുടെ ദുഃഖം ഇവിടെ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. രവിയും സ്മിനിയും ശാരീരികമായ മാനത്തിൽ ഈ ദിവസങ്ങളായിരിക്കുന്നു. അവരുടെ ദുഃഖം ഇവിടെ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അവരുടെ ദുഃഖം ഇവിടെ അറിയിക്കുന്നു. കർത്താവിനെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. പ്രത്യാശയോട് കർത്തൃദാസിയെ യാത്രയക്കാം. വീണ്ടും കാണാം. കർത്താവിനോടുള്ള
നന്ദി. സഹായിക്കട്ടെ. പ്രാർത്ഥന അറിയാം. ദുഃഖപൂർണ്ണമായിരിക്കുന്ന അവസരത്തിൽ വാത്സല്യമാവോട് വിശേഷിച്ച് സ്ഥലങ്ങളായി കർത്താവിൻ്റെ മുൻതോട്ടത്തിൽ അധ്വാനിക്കുന്ന ഭാവങ്ങളിലൊക്കെ ദാസന്മാർദ്ദിച്ചാണ് സമയമായിരിക്കാണ്ട് സർവവല്ലഭനായിരിക്കും ദൈവം ഞാൻ കിട്ടുന്ന ദൈവത്തിൻ്റെ വലിയ ദൈവമായി എൻ്റെ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. അസല്യ മാതാവിൻ്റെ ഏഴേകാലോടുകൂടെ പ്രിയവച്ചതായിരിക്കുന്ന കട്ടൻ സൈകാലത്തിലേക്ക് ചേർത്തുകൊണ്ടുകൊള്ളുവാൻ കർത്താവ് സഹായിച്ചു. നിങ്ങൾക്ക് 86 വർഷം ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ കർത്താവ് മാതാവിനെ പകരപ്പെടുവാൻ നൽകി. ചില വർഷങ്ങൾക്ക് മുമ്പേ പിതാവിനത്തിലേക്ക് ചേർത്തുകൊള്ളപ്പെട്ട കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങൾക്ക് കുടുംബമായി ഇവിടെ കടന്നു വരുവാനും മാതാവിനെ കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ളതായിരിക്കുന്ന സാഹചര്യം ദൈവത്തിലേക്ക് നൽകി. അതിനുശേഷമാണ് സന്ധ്യാസമയത്ത് പെട്ടെന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നുള്ളതായിരിക്കുന്ന വാർത്ത അറിയുവാൻ ആ സമയത്ത് തന്നെ ഇവിടെ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. ആ സമയം ദൈവത്തോട് ചേർന്ന് ഇവിടെയായിരിക്കാൻ കൊണ്ടും ദൈവയാക്കി ഓർത്ത് ഞാൻ നല്ല ഹൃദയത്തോടെ ദൈവത്തെ വാഴ്ത്തുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് ഇന്ന് പൽക്കാലം കൂടപ്പെട്ടതായിരിക്കുന്ന എല്ലാ കൃത്യദാസന്മാർക്കായി നല്ല ഹൃദയത്തോടെ ദൈവത്തെ വാഴ്ത്തുന്നു. പ്രത്യേകിച്ച് ശാരീരിക സൂക്ഷിതനായിരിക്കുന്ന പാസ്റ്റർ തോമസ് അവർ, ഈ സഭയുടെ പാസ്റ്റർ ആയിരിക്കുന്ന സണ്ണി കറിച്ചാൽ അവർ, കുടുംബം നല്ല കൂട്ടപ്രവർത്തകരായിരിക്കുന്ന എല്ലാ കർത്തദാസന്മാർക്കും സംഘടന സെക്രട്ടറി മനോജ് റീസർ അവരായ കർത്തദാസന്മാർക്കെല്ലാം ഒന്നും അറിയിക്കുന്നു. തോമസ് വിദ്യാനെ സംബന്ധിച്ചിടത്തോളം ദീർഘനാളുകൾ ഗൾഫ് രാജ്യങ്ങളിൽ ഭൗതികമായിരിക്കുന്ന ജോലികളനുബന്ധിച്ച് ആയിരിക്കാണ്ടക്കണം സഹായിച്ചു. അപ്പോൾ തന്നെ ദൈവം കൊടുത്തിരിക്കുന്ന കാഴ്ചപ്പാടും ദിവസവും അനുസരിച്ച് കർത്താവിന് വേണ്ടി വളരെ അധ്വാനം ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. അതിനുശേഷം നാട്ടുപ്രദേശത്തെ കടന്നു വന്ന ദൈവം അയക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കടന്നുപോയി ശുശ്രൂഷിക്കുവാനുള്ളതായിരിക്കുന്ന ഭാഗ്യം കർത്താവ് ഒരുക്കി കൊടുത്ത ദൈവത്തിൻ്റെ വലിയ ദയക്കായി ഹൃദയത്തോടെ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. അവരുടെ മക്കളെയും പ്രിയ അമ്മച്ചിക്ക് കാണുവാൻ അവരുടെ നന്മകൾ പങ്കിടുവാനുള്ളതായിരിക്കുന്ന സാഹചര്യവും സന്ദർഭവും ദൈവം ഒരുക്കി കൊടുക്കുവാൻ തന്നോട് നൽകി. അമ്മച്ചിയുടെ ഏക മകൾ പ്രിയ മിനി കുടുംബമായി ഞാൻ ശാശ്വതമായും ദൈവമാകുന്നു. ഈ മധ്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവനെന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദക്ഷിണ നില കഴിഞ്ഞുപോയ ദിവസം പോലെയും യാത്രയിലവരെയാവും പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഇടുക്കി കളയുന്നു. അവർ ഉറക്കം പോലെ എത്രേ അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. രാവിലെ തടിച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ കൃത്യങ്ങളെ നിന്റെ മുമ്പിൽ ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ പ്രകാശത്തിൽ നിർമ്മിച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകൾക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങൾ ഞങ്ങൾ ഒരു നെടുപ്പ് പോലെ കഴിക്കുന്നു. ഞടാഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരേണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങൾ നിന്നെ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആഷ്കാലൊക്കെയും ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ശോഭയേറും Amen.
ആരാധനകളെ വണക്കാം. ദീർഘ 86 വർഷക്കാലം വാത്സല്യ മാതാവ് ഈ ഭൂമിയിൽ ജീവിപ്പാൻ കർത്താവ് സഹായിച്ചു. അനേക പ്രയാസങ്ങൾ, അനേക വൈതരണികൾ, അനേക പ്രതികൂലങ്ങൾ കൂടെയൊക്കെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും സർവവല്ലഭനായിരിക്കും ദൈവം പ്രിയപ്പെട്ടവരെ താങ്ങുവാൻ, ദൈവം കൂടിയിരിപ്പാൻ തക്കമുള്ള നൽകി. എന്നാൽ അവസാന കാലഘട്ടങ്ങളിലായപ്പോൾ ദൈവം പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചു. തലമുറകൾ കൂടെ ചില നന്മകൾ കണ്ടെത്തുവാൻ തക്കമുള്ള നൽകി. ഭൂമിയിലുള്ളതായിരിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾ അനുഭവിച്ചെങ്കിൽ തന്നെയും അതിന് തക്കതായിരിക്കുന്ന പ്രതിഫലവും നന്മകളും കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിച്ചു. ദൈവത്തെ ഓർപ്പിച്ചതുപോലെ അബ്രഹാം ജീവിച്ചതുപോലെ മക്കളോടും കൊച്ചുമക്കളോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതായിരിക്കുന്ന നഗരത്തെ നോക്കി പാർക്കുവാൻ തക്കമുള്ള നൽകി. കഴിഞ്ഞ 7 കാലോടുകൂടെ, കഴിഞ്ഞ സന്ധ്യാസമയത്ത് 7 കാലോടുകൂടെ നിത്യയിലേക്ക് പ്രവേശിച്ചു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രത്തെ പ്രത്യേകിച്ച് പ്രിയ തോസുടിച്ചാലും പ്രിയ മാമിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പ്രിയ മിനിക്കായി പ്രാർത്ഥിക്കാമല്ലോ. ദൈവത്തിന് സ്തോത്രം. ക്ഷീണാവസ്ഥയിലായിരുന്നപ്പോഴും വേണ്ട പോലെ ശുശ്രൂഷിപ്പാൻ ആവശ്യമായ എല്ലാ നന്മകളും നൽകി. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മൾ വേർപെടുമ്പോൾ അതിയായിരിക്കും ദുഃഖവും സങ്കടമുണ്ടെന്നാൽ സർവശക്തനായിരിക്കുന്ന ദൈവം പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കൊച്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൂരത്തായിരിക്കുന്ന പ്രിയ സഹോദരന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ശുശ്രൂഷയിൽ സംബന്ധിക്കേണ്ടതായിരുന്നു. എന്നാൽ സംബന്ധിക്കുവാൻ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിലും അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസനെ അവിടെ പരിപാലിക്കുവാൻ, ദൈവം സൂക്ഷിപ്പാൻ തക്കവണ്ണം ഇട നൽകേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഇവിടെ കൂടെ പ്രതായിരിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം ചെയ്യാം. നമ്മുടെ യാത്ര ദൈവത്തിന്റെ കൃപയുണ്ടാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ശ്മശാന ശുശ്രൂഷയും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം നൽകേണ്ടതിന് വേണ്ടി എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോട് കടന്നു വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിച്ച് സഹായിച്ച് തിരുനാമഹത്വം പ്രകൃതിയാകണം. ഈ ശുശ്രൂഷകളുടെ പ്രിയപ്പെട്ടവർ കേട്ടതായ പ്രിയപ്പെട്ടവർ അനുഗ്രഹമായി തീരുവാൻ, അനുസരിപ്പാൻ യഥാർത്ഥമായും സജീവത്തിന് വേണ്ടി അനേക ജീവിതങ്ങളെ ഒരുക്കുമാറാകണമേ. അടികളെ ഒരിക്കൽ കൂടി അവിടുത്തെ സന്നിധിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചിക്കുന്നതിനായി സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. സകല ബുദ്ധിയുടെ ദൈവിക സമാധാനം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും ഭൂലോകമുള്ള വിശുദ്ധന്മാരോടും പ്രത്യേകാലി ഭവനത്തോടും ദുഃഖത്തിനായിരിക്കുന്ന കുഞ്ഞുങ്ങളോടും തുടർന്നുള്ള ശുശ്രൂഷകളോടും കൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവരെ ഉണ്ടാകുമാറാകട്ടെ. ഇവിടെ വന്നിരിക്കുന്നവർ ആർക്കെങ്കിലും ഒരു പ്രാവശ്യം കൂടെ വാത്സല്യ മാതാവിനെ കാണണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ളതായിരിക്കുന്ന സാഹചര്യമാണ്. അവർക്ക് പെട്ടെന്ന് മുന്നോട്ട് കടന്നുവന്ന് കാണണം എന്ന് ഓർമ്മിക്കുന്നു. ചെങ്കലിലുള്ള നമ്മുടെ സമിതിയിലാണ് അടക്കം ചെയ്യുന്നത്. പക്ഷേ അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. 20 പേർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന അത്യാവശ്യമുള്ള ദേവദാസന്മാരും മറ്റുള്ളവരെ പങ്കെടുക്കാവുന്നതിന് ശേഷം അത് ഓർപ്പിക്കുന്നു. ധാരാളം മണിക്കേണ്ട ദേവാസന്മാരുള്ള നന്ദി. ഈ പഞ്ചായത്തിന്റെ ഈ വാർഡിന്റെ മെമ്പറായിരിക്കുന്ന പ്രിയ സോദരൻ വളരെ സുഹൃത്തിനാണ്. അദ്ദേഹം ഒരു വാക്ക് പറയുന്നതായിരിക്കും. സമയം മുതൽ പ്രിയപ്പെട്ട മാതാവിൻ്റെ ഒരുപാട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ട മാസങ്ങളിൽ പ്രിയപ്പെട്ട ചിലപ്പോൾ എപ്പോഴും വേദനാജനകമായ വേദനയുള്ളതാക്കുന്ന സംഭവം. എന്നാൽ നമ്മൾ നിങ്ങളുടെ വിജയമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. നമ്മുടെ ശ്മശാന സ്ഥലം പള്ളി മൂശാരിക്കവരിൽ നിന്ന് വലത്തോട്ട് ചെങ്കലുള്ളതായിരിക്കുന്ന അവിടെ ഉള്ളതായിരിക്കുന്ന സ്ഥലത്താണ്. അവിടേക്ക് ഫ്രീയാക്കി വരണം എന്ന് പ്രവർത്തിക്കുന്നു. ഈ ദേഹം വിട്ടുപോകിലും ഈ ദേഹം കെട്ടുപോകിലും ഈ ദേഹം വിട്ടുപോകിലും ഈ ദേഹം കെട്ടുപോകിലും േഗിടും
വരുമെന്ന് കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി. സ്വയാത്ര ചെയ്യുന്നു സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമദീന തോടിടുന്നു എൻ സ്വദേശം കാൺമദീന തോടിടുന്നു ആകയാൽ നേരം മാത്രം എന്റെ യാത്ര തീരുവാനാകയാൽ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം യേശുവേ നിനക്കു സ്തോത്രം ഏകനിലേ കാണുന്നു കാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാപ്രഭാത ശോഭിതത്തിൽ നാം വാർത്തല് രക്ഷപ്പെട്ടോരക്കേറെ കൂടിയാകാശി വിളിക്കും നേരം കാണുമെൻ വരും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വരും ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭധാരിപ്പാനുയർത്തുതാൻ അത്തഭാവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ വിളിക്കും നേരം കാണുമെൻ വരും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണുമെൻ വരും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും
കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സ്റ്റീഫൻ ആൻഡ് ജോൺ ഇപ്പോൾ 16ാമത് സങ്കീർത്തനം വായിക്കുകയും കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സണ്ണി കറുകച്ചാൽ ഈ തുടർന്നുള്ളതായിരിക്കുന്ന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിരിക്കും. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കയാൽ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. ഭൂമിയിലെ വിശുദ്ധന്മാരോ, അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കയില്ല. അവരുടെ നാമങ്ങളെ എൻ്റെ നാവിന്മേൽ എടുക്കുകയുമില്ല. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതെ, എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു. എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, മനോഹരമായിരിക്കുന്ന സമയത്ത് ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. 86 വയസ്സ് വരെ പരദേശവാസം ചെയ്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നിദ്രയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നിന്റെ ദാസിക്കായി സ്തോത്രം. ശാരീരികമായ പ്രയാസത്തിൻ്റെ നടുവിലായിരുന്നെങ്കിലും ദൈവം തക്ക സമയത്ത് നിത്യതയിൽ ചേർത്തു. കഴിഞ്ഞ രാത്രി മുതലുള്ള ശുശ്രൂഷകളിലെല്ലാം ദൈവം കൂടെയിരുന്നു. ഇന്ന് പകലത്തെ ശുശ്രൂഷയിലും ദൈവം സഹായിച്ചല്ലോ. തുടർന്ന് സെമിത്തേരിയിലുള്ള ശുശ്രൂഷയെ അനുഗ്രഹിക്കണമേ. നിന്റെ ദാസന്മാരെ അതിനു വേണ്ടി ഉപയോഗിക്കണമേ. ദൈവമക്കളെ എല്ലാവരെയും കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നിന്റെ മക്കളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. വിദൂരയിലായിരിക്കുന്ന സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രത്യേകം ശക്തീകരിക്കണമേ. എല്ലാവിധ നന്മകളാലും നിറയ്ക്കണം. കാഹളം തുരിക്കും, മരിച്ചവർ രക്ഷയനായി ഉയർക്കും. ജീവനോടെ ശേഷിക്കുന്ന രൂപാന്തരപ്പെട്ട കർത്താവിനെ എതിരേൽക്കുന്ന നാളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കാണാമെന്നുള്ള പ്രത്യാശയോടെ ഇവിടെ സംസ്കരിക്കാനിടയാക്കണം. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവിന്റെ ധന്യമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭവനത്തിലെ ശുശ്രൂഷയ്ക്ക് ശേഷം പ്രാർത്ഥിച്ച് വാഹനത്തിൽ ശരീരവുമായി ഈ ശ്മശാന സ്ഥലത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവിടെ നൽകിയ ദൈവത്തിൻ്റെ വലിയതയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. യാത്രയിൽ വലിയവനായിരിക്കുന്ന ദൈവത്തിൻ്റെ നിറഞ്ഞ സാന്നിധ്യം നമ്മൾ അനുഭവിക്കാൻ ഇട നൽകി. ധാരാളം കർത്തൃദാസന്മാർ മുമ്പേ ഓർപ്പിച്ചതുപോലെ ദൈവമക്കൾ ഒക്കെ കടന്നു വരേണ്ടതായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ പരിസ്ഥിതി അനുസരിച്ച് ധാരാളം പേര് കൂടുവാനുള്ളതായിരിക്കുന്ന സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ചുരുക്കം ചിലരുമായി ഈ ശുശ്രൂഷ നടപടിയായി നിറവേറ്റപ്പെടുവാൻ കൃപാലുവായിരിക്കുന്ന ദൈവം ഇവിടെ നൽകിത്തരുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, ദൈവമക്കൾ, ബന്ധത്തിൽ നിന്നും ചാർച്ചയിരുന്നമായി മക്കളും കൊച്ചുമക്കളുമായിട്ടൊക്കെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായിരിക്കും ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വളരെ ആധികാരികമായി ദൈവത്തിൻ്റെ ദാസന്മാരിൽ കൂടെ പറഞ്ഞിരിക്കുന്ന അനേക ദൈവവചനങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇട നൽകി തരുന്നുണ്ട്. പലപ്പോഴും അത് വായിക്കുവാനും ധ്യാനിക്കുവാനും കർത്തൃദാസന്മാരിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന സന്ദേശങ്ങൾ ഒക്കെ നമ്മൾ കേൾക്കുവാൻ തക്കവണ്ണം ഇട നൽകിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രത്യേകിച്ച് ഇന്ന് പലകാലം അധികമായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിപ്പാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നില്ലെങ്കിലും ദൈവത്തിന് സ്തോത്രം ഒരു വാക്യം വായിക്കുന്നു. കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്ന് അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ഭൗതികമായിരിക്കുന്ന ശരീരത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഇതൊരു താൽക്കാലികമായിരിക്കുന്ന കൂടാരമാണ്, ഇതൊരു ഭൗമഭവനമാണ്, ഇത് അഴിഞ്ഞു പോകുന്നതായിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ദാസൻ ഓർപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം നൽകി തരുന്നുണ്ട്. വാത്സല്യ മാതാവ് അത് പ്രാപിക്കുവാനാണ് ഈ ലോകത്തെ തൻ്റെ പരിപ്രയാണമെന്നും ആ അപ്പോസ്തലന്മാരിൽ കൂടെ വളരെ ആധികാരികമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം നൽകി തരുന്നുണ്ട്. വിശേഷാൽ
ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് എന്ന ദ്വീപിലായിരുന്നപ്പോൾ ആ പുതിയ യെരൂശലേമിനെ കുറിച്ചുള്ളതായിരിക്കുന്ന നിത്യമായിരിക്കുന്ന കാഴ്ചപ്പാട് താൻ പ്രാപിച്ചുകൊണ്ട് എഴുതിയതായിരിക്കുന്ന ആ അധ്യായങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ വിശേഷാൽ നമുക്ക് കാണുവാൻ എല്ലാവർക്കും ഇട നൽകുമാറാകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ചില ദൈവവചനങ്ങൾ വായിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു. ഇവിടെ സൂക്ഷിക്കുന്ന ദാസൻ തോമസ് പാഷ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത് ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 50 മുതൽ 58 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളും തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 18 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ കർത്താവിൻ്റെ ദാസൻ പാഷ സന്നിഹിതം വെച്ചാലും 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ കർത്താവിൻ്റെ ദാസനും ഈ സമയത്ത് സത്യമൂർത്തി വായിക്കും. അതിനുശേഷം യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 29 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സ്റ്റീഫനും വായിക്കുന്നതായിരിക്കും. വളരെ ശ്രദ്ധയോടുകൂടെ നമുക്ക് ആയിരിക്കാമല്ലോ. ദൈവത്തിന് സ്തോത്രം. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വത്തെ അവകാശമാക്കുകയില്ലെന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദിത്യങ്ങൾ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷരായവർക്കുകയും രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയമുടെ. ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ. മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോനായ പ്രമാണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന്റെ സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ച് വരുന്നവരും ആകുവീൻ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെ യേശു മുഖാന്തരവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. കൂടാരമായ ഞങ്ങളുടെ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഇറങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഗുരുവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കുക. ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞറങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്തിലത്രയും ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിന്റെ കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതെങ്കിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ആമേൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ സ്റ്റീഫൻ ആൻഡ് ജോൺ ഇപ്പോൾ. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. ഇപ്പോൾ വന്നുമിരിക്കുന്നു. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറ് വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും നൽകിയിരിക്കുന്നു. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്. കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും കർത്താവ്
നാദത്തോടും പ്രധാന ദൈവദൂതശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ മണ്ണിലുറങ്ങിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ മണ്ണിലുറങ്ങിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ സ്വരത്തോടും ആർപ്പോടും കൂടെ സ്വരത്തോടും ആർപ്പോടും കൂടെ വിണ്ണോലകം പോകും വിണ്ണോലകം പോകും വിണ്ണോലകം പോകും ദൂതതുല്യരായി വിണ്ണോലകം പോകും വിണ്ണോലകം പോകും വിണ്ണോലകം പോകും ദൂതതുല്യരായി കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതശബ്ദത്തോടും കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. പുസ്തകം 21 അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി. സമുദ്രം ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണിവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവനവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനിയും മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതിയതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നുവെന്നും അവൻ കൽപ്പിച്ചു. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്ത് സംഭവിച്ചു തീർന്നു. ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവും ആകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനിറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന്റെ ദൈവവും. ജീവിതയാത്ര ദൈവത്തെ അറിയുവാൻ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന കുടുംബജീവിതം നയിച്ച് ദൈവത്തെ സേവിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ചില മാസങ്ങളിലായി ശാരീരികമായി ക്ഷീണം നിമിത്തം കിടക്കയിൽ അഭയം പ്രാപിച്ചു വിഗ്രഹനെയും ഹാലേലൂയ വളരെ പ്രത്യാശയോടെ ജീവിതയാത്ര നയിപ്പാൻ കഴിഞ്ഞ സന്ധ്യാസമയത്ത് പ്രിയം വെച്ചതായിരിക്കുന്ന കർത്തൃ സന്നിധാനത്തിലേക്ക് ചേർത്തുകൊള്ളപ്പെട്ടു. ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ വിശ്രമിക്കുന്നു എന്ന് നാം അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടതായിരിക്കുന്ന സമയം മുതൽ അനേക ദൈവമക്കൾ കടന്നു വന്ന് കർത്തൃവാസന്മാർ കടന്നു വന്ന് ഗാനങ്ങൾ പാടി ദൈവത്തെ സ്തുതിപ്പാൻ കൊണ്ട് നൽകി. നല്ല ആശ്വാസ വചനങ്ങൾ കർത്താവ് നൽകി തന്നു. രാവിലെ സമയം മുതൽ തന്നെ ഭവനത്തിലെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെട്ട് നടക്കുവാൻ കൊണ്ട് നൽകി. ദൈവത്തിന് സ്തോത്രം. നല്ല സന്ദേശങ്ങൾ, നല്ല ദൈവിക ആലോചനകൾ കർത്താവിന്റെ ദാസന്മാർ കൂടെ പകർന്നു തരുവാൻ കൊണ്ട് നൽകി. അവസാന സമയത്തേക്ക് നാം കടന്നു വന്നിരിക്കുന്നല്ലോ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച നമുക്ക് അല്പസമയം സ്തോത്രം ചെയ്ത് എല്ലാവരും പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അങ്ങേ വീണ്ടും വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ദൈവത്തിന്റെ കൃപയും ദൈവിക സാന്നിധ്യവും ഞങ്ങൾ അനുഭവിപ്പാൻ തക്കട നൽകിയനായി സ്തോത്രം. കഴിഞ്ഞ സന്ധ്യാസമയത്ത് വാത്സല്യ മാതാവ് നിത്യത്തിലേക്ക് ചേർത്ത് കൊള്ളപ്പെട്ടു, നിത്യയിൽ വിശ്രമിക്കുന്നു എന്നിങ്ങനെയായിരുന്നു. എന്നാൽ ഭൗതിക ശരീരം ഭവനത്തിലും മോർച്ചറിയുമായി വിശ്രമിച്ചു രാവിലെ സമയത്ത് കൊണ്ടുവരുവാനും ഭവനത്തിലുള്ളതായി ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം നിന്റെ മക്കളെ ദൈവം അധികാരപ്പെടുത്തിയത് ഓർത്ത സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷ മേഖലകളെ ദൈവം മാനിച്ചത് ഓർത്ത സ്തോത്രം. വിശേഷിച്ച് കർത്താവേ, ദുഃഖത്തിലായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. തോമസ് കുട്ടിച്ചാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രിയമാമയ്ക്കായി പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ നാളുകളിലൊക്കെ കർത്താവ് വളരെ വിശ്വസ്തമായി മാതാവിനെ ശുശ്രൂഷിക്കാൻ ആവശ്യമായ ദൈവത്തിന്റെ എല്ലാ കൃപകളും കർത്താവ് പകർന്നു കൊടുത്തത് ഓർത്ത നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, മാതാപിതാക്കന്മാർ പിടിച്ചിരിക്കുന്ന നല്ല കാഴ്ചകളെ പിൻപറ്റിക്കൊണ്ട് അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി കാലഘട്ടങ്ങളിൽ കർത്താവെ ദൈവരെ ഒരുക്കിയെടുക്കുമാറാകണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൗദിയിലായിരിക്കുന്ന പ്രിയ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. സഹോദരിക്ക് പങ്കുകൊള്ളുവാൻ തക്കോടെ നൽകുന്നതിനായി സ്തോത്രം. പ്രിയപ്പെട്ടവരുണ്ടായിരുന്നുവെങ്കിൽ ദുഃഖത്തിൽ പങ്കുചേർന്ന് ഇവിടെ ആയിരിക്കേണ്ടതായിരുന്നു. എന്നാൽ ജോലിയോടനുബന്ധിച്ചും മറ്റും കടന്നു വരുവാൻ തക്കൊണ്ട് സാധിച്ചിട്ടില്ലെങ്കിലും അതിന് സ്നേഹിക്കുന്ന ദൈവത്തിന്റെ നിറഞ്ഞ സാന്നിധ്യം എന്റെ മകനോടുകൂടെ ഇരിക്കുമാറാകണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രിയ സഹോദരനിക്കായി സ്തോത്രം ചെയ്യുന്നു. ജേസൺ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അവരൊക്കെ ദുഃഖത്തിലായിരിക്കുന്നല്ലോ. ദുഃഖത്തോടനുബന്ധിച്ച് കടന്നു വന്നിരിക്കുന്ന വാത്സല്യ ബന്ധുമിത്രാദികൾ, ചർച്ചക്കാർ, സ്നേഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദൈവസഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകന്മാർക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അല്ലെങ്കിൽ വാത്സല്യ മാതാവ് പിടിച്ചതായിരിക്കുന്ന നല്ല കാഴ്ചകളെ പിൻപറ്റുവാൻ എല്ലാവർക്കും നൽകുമാറാകണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവസഭയിൽ പ്രാർത്ഥന വരവുള്ളതായ മാതാക്കളെ പിന്നെ ദൈവം എഴുന്നേൽപ്പിക്കുമാറാകണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കാഹളം ധ്വനിക്കുമ്പോൾ നിന്റെ ദാസിയെ കാണാമെന്ന് വായിക്കുന്ന വലിയ പ്രത്യാശയോടെ നിന്റെ ദാസിയെ ഞങ്ങളുടെ മറവിയെന്ന് കർത്താവേ, ദൈവത്തിന്റെ നിറഞ്ഞ സാന്നിധ്യം ഞങ്ങൾ അനുഭവിപ്പാൻ ഇട നൽകി തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ വീക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. കടന്നു വന്നതിൽ ആർക്കെങ്കിലും ഒരു പ്രാവശ്യം കൂടെ കാണണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ളതായിരിക്കുന്ന സാവകാശമുണ്ട് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇല്ല എങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട് മുന്നോട്ട് കടന്നു വന്ന് അന്തിയുമനം കൊടുക്കുകയും തുടർന്നതായിരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യുകയും ചെയ്യണം എന്ന് ഓർപ്പിക്കുന്നു. മധ്യാകാശത്തിൽ ജീവനോടെ ഭൂതലെ പാർക്കും ശുദ്ധ രൂപാന്തരം പ്രാപിക്കും ആ നേരത്ത്. ജീവനോടെ ഭൂതലെ പാർക്കും ശുദ്ധ രൂപാന്തരം പ്രാപിക്കും ആ നേരത്ത്. ഗീതാസ്വരത്തോടും അപ്പോഴും കൂടെ, ഗീതാസ്വരത്തോടും അപ്പോഴും കൂടെ വിണ്ണോലകം പോകും, വിണ്ണോലകം പോകും, വിണ്ണോലകം പോകും തുല്യരായി വിണ്ണോലകം പോകും. സ്വർഗീയ നല്ല പിതാവേ, അങ്ങേ വീണ്ടും വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം സമയം കർത്താവ് വാത്സല്യ മാതാവിന്റെ ഭൗതിക ശരീരമായി യാത്ര പറയുവാനും ശുശ്രൂഷയോടനുബന്ധിച്ചായിരിക്കാൻ തക്കവണ്ണം സർവ്വവല്ലഭനായിരിക്കുന്ന ദൈവടിയാക്കിന്റെ ദയക്കായി ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ദൈവത്തിന്റെ കൃപയും ദൈവിക സാന്നിധ്യം ഞങ്ങൾ അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയാക്കിന്റെ ദയക്കായി ഹൃദയത്തോടെ സ്തോത്രം ചെയ്ത് കർത്താവെ, വാത്സല്യ മാതാവ് കർത്താവ് ദീർഘ 86 വർഷം ഈ ഭൂമിയിൽ ജീവിപ്പാൻ തക്കണം കർത്താവ് സഹായിച്ചല്ലോ. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു കുടുംബ ജീവിതത്തിനുടമയായി തീരുവാൻ തക്കണം കർത്താവ് സഹായിച്ചു. ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവത്തെ സേവിപ്പാനും ദൈവത്തിന് വേണ്ടി വളരെ വിശ്വസ്തമായി ജീവിപ്പാൻ തക്കവണ്ണം ഇടയാക്കിന്റെ ദയക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന മക്കളെയും കൊച്ചുമക്കളെയും കർത്താവ് ദാനമായി നൽകി കൊടുക്കുവാൻ തക്കവണ്ണം നൽകി അവരുടെ ശുശ്രൂഷ പ്രിയപ്പെട്ട ജീവിതത്തിൽ വലിയ ആശ്വാസകരവും അനുഗ്രഹവുമാക്കി തീർത്തതോർത്ത്
നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ കർത്താവെ പ്രിയമെച്ചതായിരിക്കുന്ന കർത്തൃസന്നിധാനത്തിലേക്ക് ചേർത്ത് കൊള്ളപ്പെട്ടു ഭൗതിക ശരീരവുമായി ഞങ്ങളിവിടെ കടന്നു വരുവാൻ തക്കട നൽകിയല്ലോ. ശുശ്രൂഷയെ വലിയനായിക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കട നൽകിയനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ സ്വർഗത്തിൽ നൽകി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചതായിരിക്കുന്ന വിശുദ്ധന്മാരെ ഉയർത്തുന്നതായിരിക്കുന്നതായ ആ നല്ല സുദിനത്തിൽ വാത്സല്യ മാതാവിനെയും ഞങ്ങളിത് വേർപ്പെട്ടതായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കാണാമെന്നതായിരിക്കും വലിയ പ്രത്യാശയോടുകൂടെ നിന്റെ ദാസിയെ ഞങ്ങളിവിടെ അടക്കം ചെയ്യുന്ന കർത്താവേ, സർവശക്തനായ ദൈവത്തിന് നിറഞ്ഞ സാന്നിധ്യം എല്ലാവരും അനുഭവിപ്പാൻ തക്കട നൽകണമേ. നീയോ അവസാനം വരെ പോയിക്കൊള്ളുക. നീ വിശ്രമിച്ച് നിന്റെ കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരുമെന്ന് ദൈവത്തിന്റെ ദാസനായിരിക്കും ദാനിയേലിനോട് കർത്താവ് പറഞ്ഞതുപോലെ വാത്സല്യ മാതാവെ പോയിക്കൊള്ളുക. പൂഴിയിൽ നിന്നെടുത്തിരിക്കുന്ന നിന്റെ ഈ പൂഴിയിലേക്ക് ഞങ്ങൾ മടക്കി ചേരുമാറാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതവാക്കി പ്രാർത്ഥിച്ചാണ്. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ശുശ്രൂഷകളൊക്കെ ഭംഗിയാക്കി തീർത്തതുകൊണ്ട് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം. കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ചവർ ഉയർക്കുന്ന ആ പൊൻപുലരി ദാസിയെ കാണാമെന്നുള്ള പ്രത്യാശയോടെ മടങ്ങുകയാണ്. നിങ്ങളെ പ്രിയപ്പെട്ടവരെ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആശ്വാസത്തിൽ എല്ലാവരെയും കാക്കണമേ. തുടർന്നുള്ള ശുശ്രൂഷകളെയും അനുഗ്രഹിച്ചാൽ യേശുവിന്റെ നാമത്തിൽ നമ്മുടെ പ്രാർത്ഥന നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവം ആശ്വസിപ്പിക്കേണ്ടതിന് വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടായ്മയും നാം ഓർത്ത് പ്രാർത്ഥിച്ചതായിരിക്കുന്ന എല്ലാ വിഷയങ്ങളോടും ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ കുടുംബാംഗങ്ങളോടും കർത്താവിന്റെ എഴുന്നള്ളത്ത് വരെയും ഉണ്ടായിരിക്കുമാറാകണമേ. അടക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം കരയെല്ലാം എല്ലാവർക്കും ഒരിക്കലൂടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വിശേഷാൽ ശുശ്രൂഷ നിർവഹിച്ച കർത്താനദാസിനോടുള്ള പ്രത്യാമയുള്ള നന്ദി വന്ദനവും കുടുംബത്തിന്റെ പേരിലും സഭയുടെ പേരിലും അറിയിക്കുന്നു. ദൈവത്തെ ധാരാളമായി സഹായിക്കട്ടെ. പ്രിയ കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ. മുമ്പേ ഓർപ്പിച്ചതുപോലെ ഇവിടെ ഉള്ളതായിരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യേണ്ടത് അതിനായിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ടി എച്ച് റിയാച്ചായൻ അവറുകളായിരുന്നു. എന്നാൽ തന്റെ ശാരീരമായിരിക്കുന്ന വാർദ്ധക്യ സേവക ക്ഷീണവും ശാരീരമായിരിക്കുന്ന ക്ഷീണതയും ഇപ്പോഴത്തെ ഈ മഹാവ്യാധിയുടെയും പ്രയാസം മൂലം ഞങ്ങളെ ഈ ശുശ്രൂഷ ചെയ്യുവാൻ തക്കണം ഫലമേൽപ്പിച്ചു. പ്രിയ അച്ചായനോടുള്ളതായിരിക്കുന്ന നന്ദിയും വന്ദനത്തെയും ഈ സമയത്ത് ഞങ്ങൾ അറിയിക്കുന്നു. സർവശക്തനായിരിക്കുന്ന പ്രിയ ദൈവം ആ പ്രിയപ്പെട്ടവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ശുശ്രൂഷയിൽ സഹകരിക്കുകയും ശുശ്രൂഷ ഭംഗിയായി നിവർത്തിക്കുകയും ചെയ്ത കണ്ടറിനോടും പ്രിയ കർത്തൃദാസന്മാരോടും കടന്നു വന്ന എല്ലാവരോടും ഹൃദയംഗമായ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. യാത്ര ചെയ്യും നോക്കി ചെയ്യും യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനാ ശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാ ശ്വാസം വരെയും സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു.
കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ.